രാഹുലെ, കെ.സി. വേണുഗോപാലിനെ കഴിഞ്ഞ 2 ദിവസങ്ങളായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സൈബർ ആക്രമണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഫേസ്ബുക്ക് തുറന്നാൽ കെ.സിക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ, അതേപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ. നേരത്തെ നോക്കൂ, ഈ വി.ഡി. സതീശനെതിരെ ഇത്തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഷാഫിയും രാഹുൽ മാങ്കൂട്ടും ആസൂത്രണം ചെയ്തെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനേക്കാളും അപ്പുറമായിട്ട് കെ.സിക്കെതിരെ ഇപ്പോൾ മൈസൂർ പോലീസ് കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടമ്മയുടെ ഫോൺ കബളിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കുണ്ട്ര സ്വദേശിയായ ഒരു വ്യക്തി ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. അതായത് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ്, ചേച്ചിയുടെ പേരിലുണ്ടായിരുന്ന ഫോൺ, അത് സഹോദരിയുടെ പേരിലുണ്ടായിരുന്ന ഫോൺ ഇത്തരത്തിൽ ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നു. എന്തിനാ കെ.സി. ആർക്കാണ് ഭയം? അതായത് സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തും ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി നിന്നുകൊണ്ട് സംഘടനയെ ഇത്തരത്തിൽ ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കെ.സിയെ കേരളത്തിൽ ആരാണ് ഭയക്കുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കെ.സി. വേണുഗോപാലിനെതിരെ ഏറ്റവും ഹേറ്റ് ക്യാമ്പയിനുകൾ ഇപ്പം വെളിയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കോൺഗ്രസ്സുകാരുടെ പങ്ക് തള്ളിക്കളയാൻ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മകൻ ചെത്താലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് പല കോൺഗ്രസ്സുകാരും. ഉള്ളില് കെ.സി. വേണുഗോപാൽ എങ്ങനെയെങ്കിലും തകർന്നു കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പ് ഉണ്ട്. അത് ഞാനൊക്കെ വിചാരിച്ചത് കെ.സി. വേണുഗോപാൽ ഇപ്പം ആ സ്ഥാനത്ത് നിന്ന് പിന്തള്ളപ്പെടും, അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതും കേരളത്തിൽ നിന്ന് ഒരാൾ എന്ന് പറയുന്നത് അത് കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിലൊരു ഹേറ്റ് ക്യാമ്പയിനുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം അദ്ദേഹം ഇറങ്ങും, സച്ചിൻ പൈലറ്റ് ഉടനെ അധികാരത്തിലേക്ക് വരും. കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ് കെ.സി. വേണുഗോപാൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് സച്ചിൻ പൈലറ്റ് വരുന്നു എന്നുള്ള ഈ വാർത്തകൾ ഇത് സോണിയാഗാന്ധി അറിഞ്ഞോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അറിഞ്ഞോ? മല്ലികാർജുനൻ ഖാർഗെയെങ്കിലും മിനിമം അറിയണ്ടേ? ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംസ്ഥാനത്ത് ഒട്ടാകെ പടച്ചെടുക്കുകയാണ്. നോക്കൂ, ഈ മൈസൂർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം കേരളത്തിൽ നടത്തിയാൽ ഇവിടുത്തെ, അതായത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനകത്തെ നേതാക്കന്മാരുടെ പടലപ്പിണക്കങ്ങൾ, അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമായി ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. ഞാൻ FIR നോക്കുകയായിരുന്നു. അതായത് മൈസൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇരിക്കൂർ സ്വദേശിനി നൽകിയ പരാതിയിലാണ് FIR കൊടുത്തേക്കുന്നത്. അതായത് മൈസൂർ വെച്ച്, അതായത് മൈസൂരിൽ സ്ഥിരതാമസമാക്കിയ കണ്ണൂർ ഇരിക്കൂർ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച്, അതായത് കേരളത്തിൽ കൃത്യമായി അറിയാം, സൈബർ പോലീസിൽ ഒരു കേസ് വന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും വലിയ നേതാക്കന്മാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പിടിവീഴും, ആ വാർത്തകൾ മാധ്യമങ്ങൾ നിറയുന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തത് മൈസൂരിലേക്കാണ്. ഏത് നേതാക്കളെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കെ.സിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ ഇവിടെ ഉണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം പൊതുവെ അങ്ങനെയാണല്ലോ. കേരളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൂപ്പ് സംവിധാനങ്ങളുടെ അതിതീവ്രത കൊണ്ടുനടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഉണ്ട്, ഐ ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് അറിയാത്ത ഗ്രൂപ്പുണ്ട്, കെ.സി. ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, രമേശ്, അതുകൂടാതെ തന്നെ നമ്മുടെ വി.ഡി. സതീശന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പം ഷാഫിയുടെയും രാഹുലിന്റെയും പുതിയ ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ശശി തരൂർ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. ഇത്തരത്തില് എപ്പോഴും ഗ്രൂപ്പുകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പലപ്പോഴും മാറാറുണ്ട്. അതില് പല നേതാക്കന്മാരും കരുക്കളാവാറുണ്ട്. നമുക്ക് ഇപ്പൊ ചില ആളുകൾ അല്ലെങ്കിൽ അണികളുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് നേതാക്കന്മാർ കരുവാകുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നല്ല നേതാവ് മാത്രമാണ് ഏറ്റവും വലിയ നേതാവ്. അതായത് ഇത് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ കേരളത്തിൽ വന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ കേരളം കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെയും നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു കാണും. കേരളം പോയി പിടിച്ചോണ്ട് വാ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രവർത്തിക്കും. ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലാണോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ചർച്ച, അതായത് ഇതേ കാര്യം ചർച്ച ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ.ഐ.സി.സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളം പിടിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കേട് ആർക്കാണ്? കെ.സി. വേണുഗോപാലാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ബീഹാർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബീഹാർ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ 6 പേരായിരിക്കും അതിലേക്കാണ് വരുന്നത്. അതായത് രാഹുലെ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകളെല്ലാം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ NDAയ്ക്കും നിതീഷ് കുമാറിനും വലിയ ഭൂരിപക്ഷമാണ് ഇവിടെയുള്ള എല്ലാ ചാനലുകളും നാഷണൽ മീഡിയകളും കൊടുത്തേക്കുന്നു. നോക്കൂ, അതായത് എണ്ണി തുടങ്ങുന്ന മുറയ്ക്ക് ഹേറ്റ് ക്യാമ്പയിനുകൾ പ്രചരിപ്പിക്കാനായിട്ടും ആ കസേരയിൽ നിന്ന് അദ്ദേഹത്തെ മറിച്ചിടാനായിട്ടും പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ സംസ്ഥാനത്തും, അതായത് ഇന്ത്യ ഒട്ടാകെയും അല്ലെങ്കിൽ കേരളത്തിനകത്ത് പല ക്യാമ്പുകളും കോൺഗ്രസ് നേതാക്കളുടെ ക്യാമ്പുകൾക്കകത്തും നിറഞ്ഞാറാടുകയാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ ഘട്ടം നോക്കൂ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ NDAയുടെ ഭരണം ഈസി വാക്ക് ഓവർ 400 സീറ്റിലേക്ക് എത്തുമെന്ന് പറയുന്നു. ഈ കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ചേർന്ന്
അതിന് തടയിട്ടില്ലേ? കൃത്യമായി നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 400-ലേക്ക് കേവല ഭൂരിപക്ഷം വെറുതെ മറികടക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ഭാരത് ജോഡോ യാത്ര നടത്തി എത്രയെത്ര വിഷയങ്ങൾ ചെയ്തു. അപ്പോൾ ഇതൊന്നും കാണാതെ ആത്യന്തികമായി ഇത്തരത്തിൽ കെ സി വേണുഗോപാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF തിരിച്ചു കൊണ്ടുവരിക, ഭരണത്തിൽ കൊണ്ടുവരിക, കേരളത്തിൽ കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെടാതിരിക്കുക, അതിനുവേണ്ടി ഹൈക്കമാൻഡ് നിയോഗിച്ച ഒരു വ്യക്തി. അത്തരത്തിൽ ഞാൻ പറയുന്നില്ല കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് അർഹനല്ല എന്നൊന്നും. അദ്ദേഹത്തിന് ക്ലെയിം ഉണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ക്ലെയിം ഇല്ല? VD സതീശനെ പോലെയും രമേശ് ചെന്നിത്തല പോലെയും അദ്ദേഹത്തിന് ക്ലെയിം കൊടുക്കാവുന്ന. പക്ഷേ ഇത്തരത്തിൽ വ്യാപകമായ സൈബർ ആക്രമണം ഏത് തരത്തിൽ വരുന്നു? അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് നിൽക്കുകയാണെങ്കിൽ അത് തടയിടാൻ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഇതിലൊന്നും വേറെ കാര്യം പറയട്ടെ, കെ സി വേണുഗോപാൽ ദേശീയ നേതാവ് ആയതുകൊണ്ടൊന്നുമല്ല. ഇനി ദേശീയ നേതാവായതുകൊണ്ട് കേരളത്തിലെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ കൈകടത്താൻ അദ്ദേഹം വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നേതാക്കൾ. അതിലൊരു കാര്യമുണ്ട്. ഈ പലരുടെയും വിചാരം വെച്ചാൽ കെ സി വേണുഗോപാൽ ഇന്ന് കേരളത്തിലേക്ക് വന്ന് ഇവിടെ വെട്ടിപ്പിടിച്ചത്. കെ സി വേണുഗോപാലിന്റെ ചരിത്രം പരിശോധിക്കൂ. അദ്ദേഹം കണ്ണൂരിൽ ജനിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി ആലപ്പുഴയിൽ നിന്ന് MP ആയി സംഘടനാ തലത്തിൽ പടിപടിയായി വളർന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം വളർന്ന് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാനുള്ള കേരളത്തിൽ നിന്നുള്ള ശക്തി എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കെ സി വേണുഗോപാലിനെ അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ആവൂല്ലെന്ന്. അദ്ദേഹം ആത്യന്തികമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തണം, 2026-ൽ 100 സീറ്റുകൾക്ക് പുറത്ത് പിടിച്ച് അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അല്ല, സ്വാഭാവികമായിട്ടും AICC ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു അഭിമാനം കാണും, സ്വന്തമായിട്ട് അഭിമാനമുള്ള. എന്റെ മണ്ഡലം ആദ്യമേ പിടിച്ചിട്ട് ഞാൻ നിൽക്കുമെന്ന് പറയുന്ന പോലെ കേരളം പിടിച്ചതിന് ശേഷം ഞാൻ തലയുയർത്തി നിൽക്കുമെന്നുള്ള ആത്മധൈര്യമായിരിക്കാം അദ്ദേഹത്തിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ കഴിയാത്തൊരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഇന്ന് എന്താണോ കോൺഗ്രസിന്റെ നിലപാട്, നാളെ അതിനുള്ളിലുള്ള ആളുകൾ പെട്ടെന്ന് മാറി ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ. കാരണം 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്കും 10 നിലപാടാണ്. ഞാൻ കൃത്യമായി പറയാം. അതായത് കെ സി വേണുഗോപാലും VD സതീശനും അതേപോലെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടൂർ പ്രകാശും ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നാൽ, കേരളത്തിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഭരണത്തേക്ക് വരാൻ, രാഹുൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ഒരു കൂട്ടമാണെങ്കിലും ഇവർ ഒരുമിച്ച് നിന്നാൽ ഇവരുടെ ഒരു സംഘടനാ ശേഷിയെ തകർക്കാൻ കഴിയും. അല്ല, നമ്മൾ തന്നെ സംസാരിച്ചിരുന്നു കോൺഗ്രസ്സുകാരെ അടികൂട്ടരുത്. അതെന്തുകൊണ്ടാണ്? നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകളുടെ ജനാധിപത്യ ബോധമാണ്. ജനാധിപത്യ ബോധം പറയുന്നത് എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം. കാരണം ഒരു പാർട്ടി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് പോകും. മറ്റാർക്കും വളരാൻ കഴിയാത്ത ആ സമയത്ത് ഇപ്പൊ BJPയുടെ വളർച്ച അത്തരത്തിൽ മുന്നോട്ട് വരികയാണെങ്കിൽ കോൺഗ്രസ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇവിടെ വളർച്ച ഉണ്ടാക്കാൻ പോകുന്നത് BJP ആണ്. അത് ഇവിടുത്തെ കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസ് നശിച്ചോ BJP ആയിരിക്കും കേരളം കൈയടക്കാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ കെ സി വേണുഗോപാലിനെതിരെ തകൃതിയായിട്ടുള്ള PR ക്യാമ്പയിനുകൾ ആസൂത്രണം കോൺഗ്രസിനുള്ളിൽ തന്നെ പടയൊരുക്കം തുടങ്ങുന്നുണ്ട്. പല പോസ്റ്ററുകൾ, പല ക്യാമ്പയിനുകൾ, ഇതിലെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇവർക്കെല്ലാം തന്നെ ഒരു ധാരണയായി, അടിക്കാൻ ഒരു വടി കിട്ടി. അത്തരത്തിൽ അടിക്കാൻ പറ്റുന്ന ഒരു നേതാവാണോ കെ സി വേണുഗോപാൽ? മറ്റൊരു കാര്യം അടിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എവിടെയാണ് അടിക്കുന്നത്? കേരളത്തിൽ നിന്നായിരിക്കും അടിക്കുന്നത്. നമ്മളിപ്പം വാർത്ത കാണുന്നത് എവിടെയാണ്? കേരളത്തിലെ നേതാക്കൾ അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പേജിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാൽ ബീഹാർ ഇലക്ഷൻ തോറ്റതിന് കാരണം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പാളി. വിജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ മിടുക്കാണ്, തോറ്റു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കൂടെ അടക്കുന്നതുകൊണ്ടാണ് അവിടെ തോറ്റത് എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് കാണും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ രാഷ്ട്രീയ കേരളം ഒന്ന് ചർച്ച ചെയ്ത് നോക്കൂ. ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പം കേരളം ഭരണത്തിൽ പിടിക്കുകയാണെന്ന് വെച്ചോ, അതിന് കെ സിക്ക് അതിനകത്ത് പങ്ക് കിട്ടുന്നേ കെ സി വേണുഗോപാൽ കാരണമാണ് കേരളത്തിൽ അധികാരം പിടിച്ചത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ പറയുന്നത്. കെ സി എതിർക്കുന്ന ആളുകൾ എന്ത് പറയും? രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ മുരളീധരൻ, ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവർക്കെല്ലാം കൃത്യമായി ഇതിനെതിരെ വരുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്. അതായത് ഇത്തരത്തിൽ ആരെ ഉദ്ദേശിച്ചാണെന്നും കോൺഗ്രസ് പല സൈബർ ഹാൻഡിലുകളും പറയുന്നില്ല. അതായത് നേരത്തെ നോക്കൂ, അതായത്
ഈ CPM ആയിരുന്നു ഒരു കാലത്ത് സൈബർ ഇടങ്ങളിൽ കയറിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന് ശേഷം പാർട്ടിക്കകത്തെ സംഘടനാ തലത്തിലായാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു ആക്രമണത്തെ ചെറുക്കുന്നതിലായാലും വലിയ രീതിയിലൊരു മാറ്റം കോൺഗ്രസിന്റെ അണികളിൽ സൈബർ കൂട്ടങ്ങൾക്കുണ്ട്. അവർ കൃത്യമായി പല ഹാൻഡിലുകളും വരുന്നതാണ്. ഇപ്പോൾ ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടരുമ്പോൾ തന്നെ പറയുന്നു, ആരെ ഉദ്ദേശിച്ചാണെന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല, അത്തരത്തിൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. അതായത് ഇത്തരത്തിൽ മഹാരാഷ്ട്ര ഇലക്ഷൻ തോറ്റു, ആർക്കെതിരെയുമുള്ള ക്യാമ്പയിനുകളൊന്നും കണ്ടില്ലല്ലോ, അദ്ദേഹത്തെ കടന്നാക്രമിച്ചല്ലോ, ആർക്കാണ് ചുമതലയെന്നും നമ്മൾ പറഞ്ഞു പോകേണ്ട സാഹചര്യമില്ല, അത്തരത്തിൽ പറയുന്നത് ശരിയുമല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് KC വേണുഗോപാലിനെ ഇത്തരത്തിൽ കടന്നാക്രമിക്കുന്നത്? പല ഉദ്യമങ്ങളും പല കാലഘട്ടത്തിൽ പല നേതാക്കളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. KC ഇവിടെ മുഖ്യമന്ത്രി ആവുമെന്ന് പേടിച്ച് പല ടീമുകൾക്കും ഹാലിളക്കിയൊക്കെയാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ KC പേടിച്ച് ഇപ്പൊ നമ്മള് ചർച്ച ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്. ഇപ്പൊ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തല. കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളങ്ങനെ കാര്യമാണ്. അപ്പം അന്ന് രമേശ് ചെന്നിത്തലയെ ടാർഗറ്റ് ചെയ്ത് കുറെ പേരുണ്ടായിരുന്നു. അപ്പം ഏത് നേതാവാണ് ഇനിയിപ്പം ബീഹാർ ഇലക്ഷൻ ആണെങ്കിൽ KC വേണുഗോപാലിനായിരിക്കും. ഇപ്പം കേരളത്തിൽ നിന്ന് കുറെ പ്രചരണങ്ങൾ നടക്കുന്നത് ബീഹാർ ഇലക്ഷൻ കഴിയുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റുമെന്ന്. അല്ല, ഇതാണ് ഞാൻ ആദ്യം ഈ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞത്. പല അവസരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കരുതിയിട്ടുണ്ട് KC വേണുഗോപാൽ ഉടനെ എന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന്. കാരണം അത്തരത്തിലുള്ള സംഘർഷങ്ങൾ കോൺഗ്രസിനകത്ത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് എവിടെ നിന്നാണ്, കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചർച്ചകളോ നേതാക്കളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. ഇത്തരത്തിൽ തമ്മിൽ തല്ലി അടികൂടി കേരളത്തിലെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ആധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും. അതെ. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം മുഴുവൻ ഇപ്പോൾ ഗ്രൂപ്പ് സംവിധാനമില്ല, ഇപ്പോൾ കോക്കസ് ഗ്രൂപ്പുകൾ മാത്രമേ, 4 പേര് കൂടിയാൽ ഒരു ഗ്രൂപ്പ്. അതാണ് നേതാക്കന്മാർ, കുറച്ച് നേതാക്കന്മാരുടെ കോക്കസ് ഗ്രൂപ്പുകളായിട്ട് ഇത് മൊത്തത്തിൽ സ്പ്ലിറ്റ് ആയി നിൽക്കുകയാണ്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പിട്ട് ഈ കോക്കസുകളെല്ലാം ഒന്നായി കഴിക്കാൻ അധികാരത്തിൽ കോൺഗ്രസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ അധികാരത്തിൽ കോൺഗ്രസ് അത് ഒരു ഒന്നാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായി അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണം പിടിക്കണം എന്നൊരു വികാരം അദ്ദേഹം എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, സമവാക്യങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷെ ചില കേന്ദ്രങ്ങൾ ഇത് അസ്വാരസ്യം പ്രകടിപ്പിക്കും. ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ബാക്കിയുള്ള ബെൽറ്റുകളെല്ലാം അത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനം KCയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ KC പറയുന്ന ആളുകളെ നിയമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവര് മത്സരിച്ച് ഞാൻ ചോദിക്കുന്നതല്ല, ഈ ജംബോ കമ്മിറ്റി റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ എല്ലാവരും പറഞ്ഞു KC വേണുഗോപാലിന്റെ ആൾക്കാർ. അത് നോക്കൂ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെതായ കോൺഗ്രസ് നേതാക്കളല്ലേ അതിൽ വന്നിട്ടുള്ളത്, പ്രാദേശികമായും അല്ലെങ്കിൽ ജില്ലാ തലത്തിലും. അത് കഴിഞ്ഞ് രാഷ്ട്രീയകാര്യ സമിതി വന്നു. അതിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത KC വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുലിനായിരുന്നു. KC വേണുഗോപാൽ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇത്തരത്തിൽ ആളുകൾ, ഡീൻ കുര്യാക്കോസ് രാഹുലിന് അറിയില്ലേ, ശരത്ചന്ദ്ര പ്രസാദ് അറിയില്ലേ, TN പ്രതാപൻ അറിയില്ലേ, ഉപാധ്യക്ഷനായി പാലോട് രവി അറിയില്ലേ. ഇതൊക്കെ കേരളത്തിൽ അറിയാത്ത മുഖങ്ങളാണോ? പിന്നെന്തിനാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്? ഇതെല്ലാം KCയുടെ ആൾക്കാരാണെന്ന്. അല്ല, പലപ്പോഴും നമുക്കറിയാം കേരളത്തിലെ സംഘടനാ രാഷ്ട്രീയം കോൺഗ്രസിനുള്ളിൽ മാറി തിരിഞ്ഞതിന്റെ ഒരു ഫലമായിട്ടാണ്. ഇപ്പം ഏതെങ്കിലും ഒരു നേതാവിന്റെ അടിയിലേക്കായിരിക്കുമല്ലോ എപ്പോഴും ഈ ഒരു സംവിധാനം പൊക്കൊടുന്നത്. അന്ന് നേരത്തെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആയിരുന്നെങ്കിൽ ഇന്നത് ഒരുപാട് നേതാക്കന്മാരുടെ കേന്ദ്രങ്ങളിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു കേന്ദ്ര നേതൃത്വം എന്ന് പറയാനുള്ളത് KC വേണുഗോപാലാണ്. ആക്ഷേപിക്കാൻ ഏറ്റവും പറ്റിയ നല്ലൊരു മുഖം എന്ന് പറയുന്നത് KC വേണുഗോപാൽ തന്നെയാണ് ഈ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിക്കും, അത് സ്വാഭാവികമാണ്. ഇനി കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇതിലും വലിയ ആക്രമണങ്ങൾ KC വേണുഗോപാലിനെതിരെ ഉണ്ടാവും. ഇനിയിപ്പോ ബീഹാർ ഇലക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ അതിന് മുകളിലോട്ട് തദ്ദേശത്തിൽ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്, ആണുങ്ങൾ കേരളം ഭരിക്കുന്നുള്ള. അപ്പം അത് തന്നെ വലിയ ചർച്ചാ വിഷയമാക്കുകയും അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി തന്നെ തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ എല്ലാം KC എങ്ങനെ ടാക്കിൾ ചെയ്ത് ഇതിനെ സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്നൊരു വീരത്വം അതാണ് ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു അപൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മുന്നോട്ട് വെക്കാൻ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ, KC വേണുഗോപാൽ അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എത്രയും KPCC അറിയാതെ ഇത്തരത്തിൽ ഒരു യുവത്വം തുളുമ്പുന്ന ഇത്രയും ഒരു
സ്ത്രീകളുടെ പാനലിൽ 50% റിസർവേഷൻ ഉള്ളപ്പോൾ ഇത്രത്തോളം പേരെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ആണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്കൂ, 28 പേരെ ആദ്യം പ്രഖ്യാപിച്ചു. അതായത് സംസ്ഥാനത്തിന് ഒട്ടാകെ ഇത്തരത്തിലുള്ള സ്ത്രീ മുഖങ്ങളെ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ് ഒന്നാം ഘട്ടത്തിൽ ഒരു ചുവട് മുന്നോട്ട് ചാടി എന്ന് പറയാം. ഇതൊക്കെ കെ സി അറിയാതെയാണോ? അപ്പോൾ ഇതെല്ലാം കൃത്യമായി കെ സിക്ക് അറിയാവുന്നത് തന്നെ. പക്ഷേ ഈ തമ്മിൽ തല്ലരുത്, തമ്മിൽ തല്ലിയാൽ ഭരണം പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം തദ്ദേശത്തിന്റെ കാര്യത്തിൽ കെ സി അധികാരത്തേക്ക് വന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഈ കോക്കസ് ഗ്രൂപ്പുകളിൽ നിന്നും മാറി നിന്ന് എല്ലാവരും കൂടെ ഒറ്റ കക്ഷിയായിട്ട് നിന്നെങ്കിൽ മാത്രമേ അടുത്ത ഇലക്ഷൻ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ.